ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. ഫാമിലി ആയിട്ട് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോനുള്ളിൽ പോവാം. അപ്പോൾ രാവിലെ 8:30 തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. 2 ഭാഗത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ പതുക്കെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം ഒരു കസിൻ്റെ വീട്ടിലാണ് കേട്ടോ ആദ്യം നമ്മൾ വന്നത്. അവിടെ ഹൗസ് വാമിങ് ആയിരുന്നു പോയ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് വരാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അമ്പലത്തേക്ക് പോകുന്ന മുമ്പായിട്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് ഉച്ചവരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഈവനിങ്ങിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ ഇട്ടത്. ഈ ഒരു പ്ലേസ് ഊട്ടിയുടെ കുറച്ച് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് പുറത്ത്, പക്ഷെ അതങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അതേപോലെ വീട്ടിനുള്ളിലാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പ് കാറ്റും വരുന്നുണ്ടായിരുന്നു. എവിടെ ഒരാൾക്ക് മേലെ കയറണം എന്ന് പറഞ്ഞിട്ട് ആദ്യം കയറിയിരുന്നു. അപ്പോൾ ടെറസിലൊക്കെ നല്ല ചൂടായിരുന്നേ. അപ്പോൾ കാല് പൊള്ളിയിട്ട് പകുതിയിൽ തന്നെ ആളവിടെ സ്റ്റക്കായി നിന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ കഴിച്ചത്. ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അമ്പലത്തിൽ പോവാണ്, അങ്ങനെ നോൺ വെജ് ഒന്നും എടുക്കണ്ട, സിമ്പിളായിട്ടുള്ള ലഞ്ച് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ തന്നെ ചേച്ചി എന്തായാലും സാമ്പാറും ചോറും പപ്പടം രസമൊക്കെയാണ് വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു ലഞ്ചിൽ തന്നെ അവസാനിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4:30 ആകുമ്പോഴാണ് അമ്പലത്തിലെത്തിയത്. മരുതമലയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, മുരുകൻ്റെ അമ്പലത്തേക്ക്. ഇവിടെ ഞങ്ങൾ ആദ്യം കാറ് കൊണ്ടുവന്നപ്പോൾ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലെ കയറ്റിയില്ല. ഇവിടെ തന്നെ മേലെ കയറാനും ഇറങ്ങാനായിട്ട് ബസ് ഉണ്ട് കേട്ടോ. അത് അവരുടെ ബസ്സാണ്. ഒരു 5 ബസ്സോളം ഉണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ, ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ക്യൂ നിന്നിട്ടൊക്കെ ബസ്സിൽ കയറാം. കുട്ടിക്ക് പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. ഇതുവരെ അവൻ ബസ്സിൽ കയറിയിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത്. അവന് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ കരച്ചിലായിരുന്നു. എൻട്രൻസിൽ തന്നെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ മേലെ കയറിയത്. പിന്നെ ആദ്യം കയറുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നല്ലോണം തിരക്ക് വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കയറുന്ന സമയത്ത് നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 5 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റോളം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെയാണ് ഇറങ്ങിയത്. പിന്നെ താഴെ വന്നിട്ട് അച്ഛന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഈ ഒരു സമയത്ത് നല്ല മഴ തുളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നല്ല കാറ്റും, വലിയൊരു മഴ വരും തന്നെ വിചാരിച്ചു, പക്ഷെ അങ്ങനെ മഴയൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിയതും സെയിം ബസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ. നേരത്തെ കയറുന്ന സമയത്ത് എടുത്ത പോലെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു താഴെ വന്നത്. പിന്നെ താഴെ വന്നതിന് ശേഷം അച്ഛന് വണ്ടിയിൽ വെക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ മെല്ലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ ടൗണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പിന്നെ ചായയൊക്കെ വാങ്ങി കുടിച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ പിന്നെ കാളാനും ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം പാലക്കാട് എത്തിയിട്ടുണ്ട്. 10 മണിയായിരുന്നു എത്തുമ്പോൾ. പിന്നെ രാത്രിയൊക്കെ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കാനായിട്ട് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നേ. വരുന്ന വഴി തന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങി കേട്ടോ.
അങ്ങനെ ഇന്നത്തെ ട്രാവൽ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്കൊരു ദിവസം കാണാം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.